ഈ സ്കൈ വിസ്മയ്ക്ക് ഉള്ള സാധനം കേട്ടോ ഈ രാവിലത്തെ ഈ മിസ്സിങ്. ഇത് എത്ര നാൾ രാവിലെ ഉണ്ടാവും. അപ്പം ആ ടൈമിൽ നമ്മൾ ആദ്യം ചോക്ക് ചെറുതായിട്ടൊന്ന് പിടിച്ചു കൊടുക്കും. അല്ലാണ്ട് വേറെ നിവർത്തിയില്ല. പക്ഷെ ഒന്ന് ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റെഡിയാവും. അതിപ്പോൾ ഓക്കെ ആയി. ഇനിയിപ്പോൾ ആ മിസ്സിങ് ഇങ്ങനെ വരില്ല. ചില ടൈമിൽ വരും. എന്നാലും ഒരു കണക്കിന് 1000-2000 RPM അതിൻ്റെ നടുക്ക് വെച്ചിട്ടായിരിക്കും ഇതിനെനിക്ക് മിസ്സിങ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഓടിക്കഴിയുമ്പോഴത്തേക്കും ആ ഒരു സാധനം അങ്ങ് മാറി നോർമലി ഇതാവും. പിന്നെ നമുക്ക് ചോക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചില ടൈമിൽ സ്റ്റോക്ക് വേണ്ടി വരും. ഇത് ഓൾറെഡി ഇപ്പം നമ്മുടെ വണ്ടിക്ക് ബാറ്ററി ഡൗൺ ആണ്. ബാറ്ററി ഡൗൺ ആകുമ്പോഴത്തേന് കുറച്ച് കിക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. അത് ഒരു വട്ടം അടിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ സ്റ്റാർട്ട് ആയിക്കോളും. അങ്ങനെ ഒത്തിരി അതിനകത്തിട്ട് കടുംപിടുത്തം പിടിക്കേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇനി സെൽഫ് സ്റ്റാർട്ടിൻ്റെ കുഴപ്പമാണോ അതോ ബാറ്ററിയുടെ കുഴപ്പമാണോ എന്ന് നോക്കിയാലേ അറിയാൻ പാടുള്ളൂ. ഗൈസ്, ഇതാണ് നമ്മുടെ തൂക്കുപാലം കേട്ടോ. നമ്മുടെ നാടിൻ്റെ അഭിമാനം എന്ന് പറയാം. പോച്ചൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം അടുത്ത ഓണം വരല്ലേ. ഓണ ടൈമിൽ ഇതൊക്കെ ക്ലീൻ ചെയ്യും. മിക്കവാറും പുല്ലൂർ ഫെസ്റ്റിന് തൂക്കുപാലം ഒരു ക്ലീനാക്കളുള്ളതാണ്. ഈ വട്ടം ഉണ്ടാവും. പക്ഷെ ഇത് വാം ലൈറ്റിലൊക്കെ കാണാൻ ഭയങ്കര രസമാണത്. എനിക്ക് ഒന്ന് ഒറ്റൊരു വട്ടേ വാം ലൈറ്റിൽ ഈ സാധനം സെറ്റ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള വട്ടമെല്ലാം അലമ്പ് ലൈറ്റായിരുന്നു. അതിൽ കാണാൻ ഈ സാധനം അടിപൊളിയാണ്. വേറെ ഒന്നും വേണ്ട, വാം ലൈറ്റ് മാത്രം സ്പോട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര രസമാണത് കാണാൻ. അതിൻ്റെ അകത്ത് ഈ പച്ചാമഞ്ഞ ചുവപ്പൊന്നുമില്ല, അങ്ങനെയുള്ള അൽക്കുലത്തെ കളറുകളൊക്കെ മിക്സ് ചെയ്ത് ഓടിക്കത്തുന്ന ലൈറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഭംഗി പോകും കാണാനായിട്ട്. ഒരു പഴമയുടെ പ്രൗഢി ഒക്കെ പോകും. ആ ഒരു സാധനം ഭയങ്കര രസമാണ് അല്ലാതെ കാണാനായിട്ട്. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് ടൗണിൽ പൊതുവെ തിരക്ക് കുറവാണ്. ചുമ്മാ ഇതൊരു കാഷ്വൽ വീഡിയോ ആണ് കേട്ടോ. നിങ്ങൾക്ക് നമ്മൾ അടുത്തൊരു വണ്ടി റിവ്യൂവിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പം അതിനു മുമ്പ് കരീസ്മ ഓടിച്ചിട്ട് കുറച്ച് ദിവസമായല്ലോ വർത്താനം പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാന്ന് വെച്ചു. ഇതിനകത്ത് ചുമ്മാ വണ്ടിയെ കുറിച്ചുള്ള കാര്യവും നമ്മുടെ നാട്ടിലെ കാര്യം പോണ വഴിയുള്ള കാര്യമൊക്കെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു കാഷ്വൽ ടോക്ക് പോലെ നിങ്ങളിത് കണ്ടാൽ മതി. ഇനി എന്നാ തമ്പനയിൽ കൊടുക്കണമെന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മുന്നോട്ടുള്ള വീഡിയോസിൽ ഇനിയും കുറച്ച് വണ്ടികളുടെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അതുകൊണ്ട് ട്രാവൽ ചെയ്യണമെന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഏതാണ് നമ്മുടെ ചാനലിലൂടെ കാണാൻ ഇഷ്ടമെന്ന് ഒരു പോള് ഇട്ടാൽ നിങ്ങൾ ചെയ്യുമോ? ഇല്ലാണെങ്കിൽ കമൻറ്റ് ചെയ്ത് കേട്ടോ. നമ്മുടെ ചാനലിൽ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത്. സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കാണുന്നത് ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു. റേഷ്യോ നോക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുൾ ആവട്ടെ എനിക്ക് നിങ്ങൾക്കെല്ലാം. ഇതേ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഓയിലിൻ്റെ കട കണ്ടോ, ബാബു ഏജൻസി സെർവോ. അവിടെ നിന്നാണ് നമ്മൾ ഓയിൽ വാങ്ങുന്നത് കേട്ടോ, എൻജിൻ ഓയിൽ. അവിടെ സെർവോയുടെയും പിന്നെ നമ്മുടെ ഷെല്ലിൻ്റെയും എല്ലാം ജെന്യൂൻ ഓയിൽ കിട്ടും. എല്ലാ ഓയിലും കിട്ടും. നമ്മുടെ മോട്ടോർ സൈക്കിൾസ് മേടിക്കുന്ന എല്ലാവിധ ഓയിലുകളും അവിടെ കിട്ടും. നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ സാധനം കിട്ടും. ഞാൻ അവിടെ നിന്നാണ് പണ്ടോട്ടേ ഓയിൽ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ DIക്ക് ഒഴിക്കാൻ വേണ്ടി അവിടെ നിന്നാണ് വാങ്ങുന്നത്. ഞാൻ മാത്രമല്ല, ഒട്ടുമിക്ക ടൗണിലുള്ള ആൾക്കാരും എല്ലാവരും സ്വന്തമായിട്ട് മാറുന്ന എല്ലാവരും അവിടെ നിന്ന് തന്നെയാണ് ഓയിൽ വാങ്ങിച്ച് മാറുന്നത്. അച്ചായൻ്റെ കട എന്ന് പറഞ്ഞാൽ മനസ്സിലാവും പെട്ടെന്ന്. നമ്മളെ വൺ വേ ഇറങ്ങി വരുമ്പോഴുള്ള. അപ്പം ആ ഒരു കടയിലാണ് നമ്മൾ ഓയിൽ വാങ്ങുന്നത്. കഴിഞ്ഞ വട്ടം നമ്മൾ ഷെല്ലിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ വീഡിയോ ഇട്ടപ്പം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഷെല്ലിൻ്റെ ഓയിൽ എങ്ങനെ എവിടെ നിന്ന് വാങ്ങാം, ഓൺലൈൻ വാങ്ങാൻ നല്ലതാണെന്ന്. ഞാൻ ഓൺലൈനിൽ നിന്ന് ഷെല്ലിൻ്റെ 20W മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. അത് ഒരു വട്ടം വാങ്ങിച്ചിട്ടുള്ളൂ. പക്ഷെ ബാക്കി പിന്നെ എനിക്ക് വാങ്ങിക്കാനായിട്ട് തോന്നിയിട്ടില്ല. പലരും പറഞ്ഞത് ഓൺലൈൻ വാങ്ങുന്ന ഫേക്കാണെന്ന്.
അതുകൊണ്ട് റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചിട്ട് നമ്മൾ നേരെ അച്ചായൻ്റെ കടയിൽ വരുമ്പോൾ അച്ചായൻ്റെ കടയിൽ സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്നാണ് പിന്നെ നമ്മൾ ഷെല്ലിൻ്റെ ഓയിൽ കണ്ടിന്യൂസ്ലി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു സ്ഥിരമായിട്ട് ഇങ്ങനെ വാങ്ങിക്കുന്നതുകൊണ്ട് അച്ചായൻ നമുക്ക് വേണ്ടി വേണം എടുത്ത് മാറ്റി വയ്ക്കുകയും ചെയ്യും. അതാണ് സംഭവം. ഓലയുടെ ഷോറൂമൊക്കെ കാട് കയറി കിടക്കണം. ശരിയില്ലേ? ഇവിടെ അത്യാവശ്യം ഷോറൂമുകളൊക്കെ ഉണ്ട്. ഓല ഉണ്ട്, ഇത് ഹോണ്ട ഉണ്ട്. ഒന്നും തുറന്നിട്ടില്ല. 8:45 ടി വി എസിൻ്റെ ഷോറൂം 2 ഉണ്ട്. 2 അവരുടെ തന്നെയാണ്. പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ സുസുക്കി ഉണ്ട്, റൈറ്റ് സൈഡിൽ ടി വി എസ് ഉണ്ട്. ടി വി എസിൻ്റെ ഒരു പുതിയ ഷോറൂം കേട്ടോ. 2 നില ബിൽഡിങ്ങിൽ നല്ല രസമായിട്ടാണ് ഒരു ഡിസ്പ്ലേ വണ്ടികളൊക്കെ വെച്ചേക്കുന്നത്. ഇവിടെ ടൗണിൽ നമുക്കിപ്പോൾ ഇല്ലാത്ത ഷോറൂം റോയൽ എൻഫീൽഡ് ഇല്ല. റോയൽ എൻഫീൽഡ് പിന്നെ ഇപ്പം നമുക്ക് നിയറസ്റ്റ് ആയിട്ടുള്ളത് കൊട്ടാരക്കരയിലാണ്. പിന്നീട് അടൂർ, യമുന, പിന്നുള്ളത് ട്രിവാൻഡ്രം, പത്തനംതിട്ട, അങ്ങനെയാണുള്ളത്. ബാക്കി എല്ലാ ഷോറൂമുകളിലും അതിൻ്റെ ഡെയിലി കമ്പ്യൂട്ടർ ബൈക്സിൻ്റെ എല്ലാ ഷോറൂമുകളും നമുക്ക് എല്ലാ സെൻറ്റേഴ്സിലും കാണാനായിട്ട് പറ്റും. അവരുടെ സർവീസ് സെൻറ്റേഴ്സും കാണാനായിട്ട് പറ്റും. ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് വലിയ തിരക്കില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ മുട്ടം തിരക്കില്ല. ഇവിടെ എപ്പോഴും ഗ്ലാസ് കൂടി കിടക്കും. വേണ്ടില്ല, ഇപ്പോൾ നമ്മുടെ ചോക്കിൻ്റെ ആ ഒരു വിഷയം സോൾവ് ആയി. ഇപ്പോൾ ആ ഒരു മിസ്സിങ് കാര്യങ്ങളൊന്നുമില്ല. ഇത് ഈ ഹാൻഡിൽ ബാർ ഏതാണെന്ന് നമ്മുടെ വീഡിയോ കണ്ടിട്ട് പലരും ചോദിച്ചിട്ടുണ്ട്. ഇത് മെറ്റിയോർ 350യുടെ ഹാൻഡിലാണ്, റോയൽ എൻഫീൽഡിൻ്റെ. ഡയറക്റ്റ് ഫിറ്റാണെന്ന് വെച്ചാൽ ഡയറക്റ്റ് ഫിറ്റാണ്. നമ്മളിവിടെ ഹാൻഡിൽ ബാർ ഇസ്റ്റോ കാര്യങ്ങളൊന്നും ഇതിനകത്ത് വെച്ചിട്ടില്ല. ഡയറക്റ്റ് ഫിറ്റായിരുന്നു സാധനം. പക്ഷേ ഈ ഒരു സാധനം നമ്മുടെ 2 സൈഡിലത്തെയും ക്യൂബ്സ് ഉണ്ടല്ലോ, കിൽ സ്വിച്ചിൻ്റെ ക്യൂബ്സും അത് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹോൾ ഇടണം. ഞാൻ പക്ഷേ ഹോളൊന്നും ഇട്ടിട്ടില്ല. ജസ്റ്റ് കഴിച്ച് തിരിച്ച് നല്ലപോലെ തിരിച്ച് കഴിഞ്ഞാൽ തിരിയും. അങ്ങനെ ബലം കൊടുത്താലേ തിരിയുള്ളൂ, അല്ലാതെ തിരിയില്ല. ഇവിടെയും അതേപോലെ തന്നെ അത്യാവശ്യം ഒന്ന് ബലം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിയും. ഇല്ലാത്ത പക്ഷം പിടിച്ചെടുത്ത് തിരിഞ്ഞോളും. അപ്പം ഞാൻ ബലം അതിനകത്ത് പ്രയോഗിക്കാത്തതുകൊണ്ട് ഇതിങ്ങനെ തന്നെ ഇരുന്നാൽ മതി എന്ന് വെച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ഡ്രില്ലോ കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നത്. ഡ്രില്ല് ചെയ്തിരുന്നൊന്നും പറ്റണ്ടെന്ന് വെച്ചിട്ട്. ഹാൻഡിൽ ഡയറക്റ്റ് ഫിറ്റ് ആയിരുന്നു. അപ്പോഴേ സാധനം കയറ്റിയിട്ട് ഇതെല്ലാം കയറ്റി മുറുക്കി അങ്ങനെയാണ് വെച്ചത്. ഇത് കുറച്ച് നമ്മുടെ കരീസ്മ ആറിൻ്റെ ഹാൻഡിലിൻ്റെ ആ ഏകദേശം ഹൈറ്റ് നോർമലി വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു ഭാഗത്തെ വയറ് അത്യാവശ്യം നല്ല വയറാണ്. നമ്മുടെ കരീസ്മയുടെ ഹാൻഡിൽ അത്രയും വയറല്ല. ഇവിടുന്ന് കുറച്ച് ഷോർട്ടായിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പൊങ്ങിയായിരിക്കും. പക്ഷേ ആ ഹൈറ്റിൽ തന്നെ സാധനം വരും, പക്ഷേ കുറച്ച് വയറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടെ ഒന്ന് റിലാക്സ് ചെയ്തിങ്ങനെ കൈയൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കാൻ പറ്റും. ലോങ് റൈഡ് മുമ്പാണ് നമുക്കിത് കൂടുതലും കംഫർട്ടായിട്ട് തോന്നുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു ഹൈറ്റ് തന്നെയാണ് നല്ലത്. ഇതിലും പൊങ്ങി കഴിഞ്ഞാൽ കുറച്ചും കൂടി വൃത്തികേടാവുമെന്ന് തോന്നിയിട്ടുണ്ട്. കാരണം ഇങ്ങനെ ഇരിക്കാതെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ആ ഒരു പൊസിഷനകത്ത് കുറച്ച് എനിക്ക് ഒരു അൺകംഫർട്ട് തോന്നിയായിരുന്നു. അപ്പം അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു കരീസ്മയുടെ ഒരു പൊസിഷൻ ഇഷ്ടമായിരുന്നു. അപ്പം അത് മാറാതെ തന്നെ കുറച്ച് വൈഡ് ഉള്ള ഹാൻഡിൽ വേണമെന്ന് വെച്ചിട്ടാണ് ഇത് ട്രൈ ചെയ്തത്. ജസ്റ്റ് ഒരു പരീക്ഷണമായിരുന്നു കേട്ടോ ഇത്. അതിനു മുമ്പ് നമ്മൾ പല ഹാൻഡിൽ വെച്ച് നോക്കി. ഹിമാലയൻ്റെ ഹാൻഡിൽ ഓൾറെഡി ചെറിയ ഹാൻഡിലാണ്, ഹൈറ്റ് ഭയങ്കര കുറവാണ്. അതിനകത്ത് പക്ഷേ നമ്മൾ ഹാൻഡിൽ ബാർ ഈസർ വെച്ചിട്ട് ആ ഹാൻഡിൽ വെച്ച് നോക്കി. പിന്നെ ക്ലാസിക്കിൻ്റെ ഹാൻഡിൽ വെച്ച് നോക്കി. ഹാൻഡിൽ ബാർ ഈസർ വെച്ചിട്ടാണ്. പിന്നെ AGP നമ്മുടെ ഹാൻഡിൽ നമ്മൾ ക്രോസ് ബാർ ഇടയ്ക്ക് സെറ്റ് ചെയ്തായിരുന്നു. ക്രോസ് ബാർ സെറ്റ് ചെയ്തപ്പം ഹൈറ്റ് ഒക്കെയാണ്, പക്ഷേ ഭയങ്കര വൈഡായി പോയത്. ഭയങ്കര ഇതിൻ്റെയും ഇപ്പുറം വരും പിടിക്കാൻ. തന്നെ വണ്ടി ഭയങ്കര കേബിളൊക്കെ ഭയങ്കര ടൈറ്റ് നിൽക്കുന്ന ഒരു പോലെയായിരുന്നു അത്. അതുകൊണ്ട് അതും പിന്നെ ഒഴിവാക്കി. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുമ്പോഴാണ് ലാസ്റ്റ് നമ്മൾ എന്നാ മെറ്റിയോർ 350 ഒന്ന് ട്രൈ ചെയ്താലോ എന്ന് ആലോചിച്ച് മെറ്റിയോറിൻ്റെ 2 കൽപ്പിച്ച് വാങ്ങിച്ച് വെച്ചത്. പക്ഷെ അത് എന്തായാലും സെറ്റായി. രാവിലെ നല്ല മഴക്കോളായിട്ട് ഇങ്ങനെ വരണുണ്ട്. എന്തോ ഈ ക്യാമറ നമ്മൾ എപ്പോൾ എടുത്ത് വെച്ച് രാവിലെ ലോഗ് ചെയ്യാൻ നോക്കിയാലും
മഴക്കോട് വരും കേട്ടോ. മഴക്കോട് വരുമെന്നല്ല, മഴ പെയ്യും. അതെന്തോ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. നമ്മൾ ക്യാമറ എടുത്ത് വീഡിയോ ഇട്ട് തുടങ്ങി അന്ന് തൊട്ട് രാവിലത്തെ വ്ളോഗ്, മിക്ക വ്ളോഗുകളും നോക്കിയാൽ അറിയാം, മിക്കപ്പോഴും മഴയായിരിക്കും. കുറച്ച് ഞാൻ എടുത്തോണ്ട് വരും, അപ്പോഴത്തേനും മഴ പെയ്യും, വീണ്ടും അത് പാക്ക് ചെയ്ത് വെക്കും. മഴ കഴിഞ്ഞാൽ എനിക്കിത് സെറ്റ് ചെയ്യാൻ പറ്റില്ല, കാരണം മൈക്ക് അഡാപ്റ്റർ വെച്ചേക്കുന്നുണ്ട്, ഇതിനകത്ത് വെള്ളം കയറും. അതാണ് വിഷയം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മഴയത്തും ഈസി ആയിട്ട് കൊണ്ടുനടക്കാനും. മൈക്ക് നമ്മൾ സെറ്റാക്കിയിട്ട് മഴയത്ത് വീഡിയോ എടുക്കുന്നു. അയ്യോ, ആ കോതി അങ്ങ് എടുക്കും. കൈസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ എൻ്റെ യൂസ് വെച്ചിട്ട് ഈ സാധനം ഞാൻ ഒരു ദിവസം എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇവൻ്റെ സ്വഭാവം മാറും കേട്ടോ. എന്താ വെച്ചാൽ ഒരു ദിവസം വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം എടുക്കുമ്പോൾ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്ന് സ്റ്റാർട്ട് ആവാനല്ല. അതൊരു ഒന്നിൽ കൂടുതൽ ദിവസമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, അതിൻ്റേതായ ലക്ഷണങ്ങളൊക്കെ വണ്ടി കാണിച്ചു കൊടുക്കും. പിന്നെ സ്റ്റാർട്ടാവാൻ കുറച്ച് പാട് അങ്ങനെയൊക്കെ വരും. ഒരാഴ്ച ഒരു മാസമൊക്കെ എടുക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നെ കാർബറേറ്ററിൻ്റെ അവിടെ നിന്ന് ഇതിന് പൊട്ടലും ചീറ്റിലൊക്കെ വരും, ഓവർഫ്ലോ വരും. അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പരിപാടികളുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരിടയ്ക്ക് വെച്ചിട്ട് ഡെയിലി എടുക്കാൻ തുടങ്ങി. അതിനു മുമ്പ് കൂടുതലും നമ്മുടെ സ്ക്രാം 411 യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് റൈഡുമായിട്ട് ബന്ധപ്പെട്ട് മിക്കപ്പോഴും റൈഡുള്ളതുകൊണ്ട് സ്ക്രാം തന്നെയായിരുന്നു ഞാൻ ഇടയ്ക്കിടയ്ക്ക് യൂസ് ചെയ്യുന്നത്. ആ ടൈമിൽ കരീസ്മ എടുക്കാണ്ടായ ടൈമിലാണ് വണ്ടിക്ക് അങ്ങനെ പണി കിട്ടി തുടങ്ങിയത്. വെറുതെ ഇരിക്കുമ്പം ഓരോ കാര്യങ്ങളങ്ങ് പോവുക. അങ്ങനെ പോകുമ്പോഴത്തേനും നമുക്ക് സത്യം പറഞ്ഞാൽ നഷ്ടമാണ് വരുന്നത്. കാരണം നമ്മൾ യൂസ് ചെയ്യാതൊരു സാധനം വീണ്ടും പണി വരികയാണെന്ന് വെച്ചാൽ നമുക്ക് ലോസ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും. അതിൽ പിന്നെയാണ് വണ്ടി നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ തുടങ്ങിയത്. ഇപ്പോൾ ഡെയിലി പോകുമ്പോൾ വരുന്ന എല്ലാം തേയ്മാനമാണ് കേട്ടോ. ടയറിന് കുറച്ച് തേയ്മാനമൊക്കെ വരുന്നുള്ളൂ. ബാക്കിയുള്ള പണികൾ വെച്ച് നോക്കുമ്പോഴത്തേന് അതിൻ്റെ പുറകെ നടക്കണ്ട. വണ്ടി സ്റ്റാർട്ടാവുന്നുണ്ട്, ഇന്നും വണ്ടി സ്മൂത്തായിട്ട് ഓടുന്നുണ്ട്, പിന്നെ അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. നമുക്കത് പോരെയാണ് ആ സംഭവമാണ്. അതുകൊണ്ട് വണ്ടി ഞാൻ ഡെയിലി ഇപ്പം യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൈലേജ് ഏകദേശം നമുക്കൊരു 1 ലിറ്ററിന് ഏകദേശം 40 അടുപ്പിച്ച് മൈലേജ് കിട്ടണം. 40 അടുപ്പിച്ചില്ല, 40 കിട്ടുന്നുണ്ട്. കാരണം എനിക്ക് വൺ സൈഡ് ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് 20 കിലോമീറ്റർ ഉണ്ട് വീട്ടിലേക്ക്. 20-21 ഓടിക്കാം, അത്രയും ഉണ്ടാവും. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി ഞാൻ കറക്റ്റ് 1 ലിറ്ററിൻ്റെ പെട്രോൾ ആയിരുന്നു നേരത്തെ അടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ കുറച്ച് ഫ്യൂല് അടിച്ചിടുക, ഫണ്ട് വരുന്നതനുസരിച്ച് നമ്മളിപ്പോൾ ഫ്യൂൽ അടിച്ചു തരാനായിട്ട് തുടങ്ങി. നേരത്തെ 1 ലിറ്റർ വെച്ചിട്ടായിരുന്നു കറക്റ്റ് 1 ലിറ്റർ, അല്ലെങ്കിൽ 120 രൂപയ്ക്കോ 110 രൂപയ്ക്കോ നമ്മൾ അടിക്കും. അപ്പം അങ്ങനെയായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. അതിന് പോയിട്ട് വരുമ്പോഴത്തേനും എനിക്ക് പോയിട്ട് വരുമ്പോഴത്തേനും സംഭവം പെട്രോൾ തീരും. പിന്നീട് നമ്മൾ ഫ്യൂല് കുറച്ചും കൂടെ ഫില്ലപ്പ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ടും കറക്റ്റ് കണക്കാണ്, എത്ര ഫില്ലപ്പ് ചെയ്യുന്നു ആ ഒരു മൾട്ടിപ്പിൾ വെച്ച് നോക്കുമ്പോഴത്തേന് പോയി വരുന്ന കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേന് 40 കിലോമീറ്ററൊക്കെയാണ് നമുക്ക് മൈലേജ് കിട്ടണത്. എനിക്ക് ഒരു നോർമൽ വണ്ടികൾ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടി മുന്നേ ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം എഞ്ചിൻ ഓയിൽ കത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പം നോർമലി ഒരു വണ്ടി ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ മുന്നേ എനിക്ക് ചേഞ്ച് ചെയ്യേണ്ടി വരും. കാരണം ഞാൻ ഇടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യാനാണ്. നമ്മളൊരു 2000 കിലോമീറ്റർ ആ ഒരു ടൈമൊക്കെ ആവുന്ന ടൈമിലേക്ക് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യും ഓയിലുണ്ടോ ഇല്ലയോ എന്ന്. മിക്കപ്പോഴും കാണാൻ സാധ്യത ഭയങ്കര കുറവായിരിക്കും. പിന്നീട് അത് കളഞ്ഞിട്ട് ഒന്ന് വാഷ് ചെയ്തിട്ടായിരിക്കും ഇത് അടുത്ത ഓയിലടിക്കുന്നത്. വാഷ് ചെയ്യുന്നത് വെച്ചാൽ പഴയ ഓയിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പഴയ ഓയിലല്ല, ഈ കുറഞ്ഞ ഓയിൽ വാങ്ങിക്കാൻ കിട്ടും. വാഷ് ചെയ്യാനാണെന്ന് പറഞ്ഞാൽ മതി, ഒരു 50 രൂപയ്ക്കേ ആവുള്ളൂ. അപ്പോൾ ആ ഒരു ദിവസം ഒന്നും കൂടെ എൻജിൻ ഒന്ന് കഴുകി ഇറക്കിയിട്ട് വീണ്ടും നമ്മൾ പുതിയ ഓയിൽ ഒഴിക്കുക. അങ്ങനെ ചെയ്യുന്നത്. അത് 1 ഇടവിട്ടൊക്കെ ചെയ്യാറുള്ളൂ, കണ്ടിന്യൂസ്ലി ചെയ്യില്ല. 1 ഇടവിട്ടേ ചെയ്യാറുള്ളൂ. ഇതെല്ലാം ചുമ്മാ സ്വന്തമായിട്ടിരുന്നുള്ള പരിപാടികളാട്ടോ. അപ്പം ഉള്ള കരിയൊക്കെ അങ്ങ് ഉണ്ടെങ്കിൽ മറ്റേ ഓയിലിൻ്റെ കൂടെ പൊക്കോളും. നമ്മൾ ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറവായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയും കൂടെ ചെയ്യുന്നത്. പിന്നെ എനിക്ക് ഇതിൽ ഇഷ്ടപ്പെട്ട സാധനമാണ് കേട്ടോ ഈ ഗ്ലാസ് അടിപൊളി ഗ്ലാസ്സാണ്. എന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഹോണ്ടയുടെ ഗ്ലാസ് വരുന്നത്, നമ്മുടെ ഹോണ്ട ഡിയോ, യൂണിക്കോൺ, അതിനെല്ലാം വരുന്ന ഈ ഗ്ലാസ്സാണ് വരുന്നത്. ഇത് അടിപൊളി ഗ്ലാസ്സാണ് കേട്ടോ. ഈ മിറർ അടിപൊളിയാണ്. എന്ന് വെച്ചാൽ വൈബ്രേഷനോ കാര്യങ്ങളൊന്നും അത്രയ്ക്കില്ല. നമ്മൾ ലോങ് സ്ട്രെച്ച് എടുത്താലും ഹൈ റോഡ് പിടിച്ചാലും എല്ലാം ഇത് സ്റ്റേബിളായിരിക്കും. പിന്നെ ഇതിൻ്റെ വിഷനും കറക്റ്റാണ്, നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനായിട്ട് പറ്റും. ഞാൻ പിന്നെ ഇവിടെ ഒരു ലെൻസും കൂടെ കൊടുത്തിട്ടുണ്ട് ബ്ലൈൻഡ് സ്പോട്ട് കാണാനായിട്ട്. അത് വലിയ വിലയില്ല,
അത് ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും. അല്ലാതെ ഈ മിറർ അടിപൊളിയാണ് കേട്ടോ. ഇതങ്ങനെ തട്ടലും മുട്ടലും പെട്ടെന്ന് കിട്ടിയൊന്നും ജസ്റ്റ് ഒന്ന് അടി കിട്ടിയൊന്നും പൊട്ടിയൊന്നുമില്ല. ഇതുവരെയും മാറ്റിയിട്ടില്ല. ഇത് മാറ്റാറായി. ഞാൻ വണ്ടി എടുത്തപ്പോഴും ഈ മിറർ തന്നെ ആയിരുന്നു കേട്ടോ, ആൾ വെച്ചാണ്. അപ്പം ഇത് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഈ മിറർ തന്നെ നമ്മൾ സെറ്റ് ചെയ്തോളൂ. കാരണം അടിപൊളി സാധനം, യൂസ്ഫുൾ സാധനമാണത്. നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വേണ്ടത് ബാക്കിൽ നിന്നുള്ള വിഷൻ എന്തായാലും കറക്റ്റ് വേണം. അതുകൊണ്ട് ഇത് അടിപൊളിയാണ്. ഇതിൻ്റെ കളറൊക്കെ നല്ല ഫെയ്ഡ് ആയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ മിറർ തന്നെ ഒരെണ്ണം പുതിയത് മേടിക്കാനാണ് പ്ലാൻ. അതുകൊണ്ട് ആ സാധനം മാറ്റാൻ ചാൻസ് ഇല്ല. പിന്നെ ഈ സാധനം എടുത്ത് കളയാൻ കേട്ടോ. ഇത് നമ്മൾ കന്യാകുമാരി പോയപ്പോഴത്തേന് പെട്ടെന്ന് എടുത്ത് വെച്ച സാധനമാണ് ഈ മൊബൈൽ ഹോൾഡർ. ഇത് ഇവിടുന്ന് മാറ്റും. ഇവിടുത്തെ പൊസിഷൻ എനിക്ക് അങ്ങോട്ട് സൂചിക്കുന്നില്ല. ഇത് മാറ്റിയിട്ട് ഇവിടെ എവിടെയെങ്കിലും വെക്കുന്ന ഒരു മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യണം. ഇതെന്തോ ഒരു സൂചിക്കുന്നില്ല എനിക്ക് അങ്ങോട്ട്, ഡിസ്റ്റർബൻസ് പോലെ എനിക്ക് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് മാറ്റാനുള്ളത് ഇതിൻ്റെ വൈസറാണ്. ഇവിടെ നോക്കണില്ല, മൊത്തം പൊട്ടി. നമ്മളത് അറേഞ്ച് ചെയ്ത് ചുമ്മാ വെച്ചേക്കാം. അത് ഭയങ്കര വൃത്തികേടായിട്ട് തോന്നുന്നുണ്ട്. അത് മാറ്റണം. കിറ്റ് മാറ്റണം. കിറ്റ് ഇപ്പോഴും ഇല്ല. വൈസർ എന്തായാലും നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട്, പക്ഷേ സ്റ്റോക്ക് ഔട്ടാണ്. നിങ്ങളെ ആരുടെയും കയ്യിൽ കരിസ്മ ആറിൻ്റെ വൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എന്തായിന്ന് വാങ്ങിച്ചോളാം. ഇപ്പോൾ സ്റ്റോക്ക് ഔട്ടാണെന്നാണ് പറയുന്നത്. ഏകദേശം നമ്മൾ 2 വട്ടമായിട്ട് ഓർഡർ കൊടുത്തിട്ടുണ്ട്. ഏത് ഷോറൂമിൽ ചോദിച്ച് അവിടെ ഇല്ല. 2 വട്ടമായിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ലൊക്കാലിറ്റിയിൽ അവിടെ ചോദിച്ചാലും തന്നെയാണ് പാർട്സ് കിട്ടുന്നത്. അതുകൊണ്ട് അവിടെ വന്നാലേ ഉള്ളൂ. നിങ്ങളുടെ ആരെങ്കിലും കരിസ്മയുടെ സ്റ്റോക്ക് വൈസർ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ നിങ്ങളെ കോൺടാക്ട് ചെയ്തോളാം. ഇൻസ്റ്റാഗ്രാം ത്രൂ കോൺടാക്ട് ചെയ്തോളാം. പിന്നെ ഈ ഹാൻഡ് ഗാർഡ് എക്സ്പൾസിന് ആണ് കേട്ടോ. ഹീറോ എക്സ്പൾസ് 4Vയുടെ ഹാൻഡ് ഗാർഡാണിത്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹാൻഡ് ഗാർഡാണ്. നമ്മൾ പക്ക ഓഫ് റോഡൊന്നും പോകണില്ല, ഹാർഡ് കോറായിട്ട് ഓഫ് റോഡ് ചെയ്യുന്നില്ല. ഓഫ് റോഡ് പോവുകയാണെന്നുണ്ടെങ്കിലും അതൊന്ന് എൻജോയ് ചെയ്ത് പോയി ആകുള്ളൂ. ചെടിയൊക്കെ വന്ന് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. പിന്നെ നല്ല വീഴ്ച വരികയാണെന്നുണ്ടെങ്കിൽ നല്ല ഹാൻഡിൽ ബെൻഡാവും. അതുകൊണ്ട് ഇതാകുമ്പം വലിയ വെയിറ്റും ഉണ്ടാവില്ല, കാണാനും കുറച്ച് ഭംഗിയാണ്. കാറ്റും അടിക്കില്ല. ലോങ് റൈഡ്സ് പോകുമ്പോഴത്തേന് അങ്ങനെ ഡയറക്റ്റ് ഹിറ്റൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇത് ചൂസ് ചെയ്തത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പർപ്പസ് അനുസരിച്ച് നമുക്ക് യൂസ് അനുസരിച്ച് നമ്മൾ മാറ്റി വെച്ചാൽ കേട്ടോ. അപ്പം കുറച്ചും കൂടെ നെക്ക് പ്രൊട്ടക്ഷനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കട്ടിയുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഇരുമ്പിൻ്റെ പ്രൊട്ടക്ഷനുള്ളതും അലൂമിനിയത്തിൻ്റെ പ്രൊട്ടക്ഷനുള്ളതൊക്കെ വെക്കാം. ഇത് ജസ്റ്റ് ഒന്ന് പ്ലാസ്റ്റിക് ക്വാളിറ്റിയാണ്. അത് വീണ് കഴിഞ്ഞാൽ പൊട്ടും. അത് വീണ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറിയ കാട്ടിക്കൂടൊക്കെ ഇങ്ങനെ കയറി പോകുമ്പോഴത്തേന് ഇലയും കല്ലും മുള്ളും മറ്റേ മുള്ളുള്ള ചെടികളൊക്കെ വന്ന് കഴിക്കാതെ ഹിറ്റ് ചെയ്യാതിരിക്കാനായിട്ട് ഇത് തട്ടി അങ്ങ് മാറ്റിക്കോളും. പിന്നെ ഗ്ലൗവും കൂടെ നമ്മൾ യൂസ് ചെയ്യും. അപ്പോഴത്തേന് കൈയുടെ കാര്യത്തിൽ പ്രൊട്ടക്ഷൻ എന്തായാലും കിട്ടും.